ഫ്ലവേഴ്സ് TV ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഏറ്റവും ആദ്യം ഏതൊരു ഗസ്റ്റ് വരുമ്പോഴും നമ്മൾ കൈ കൊടുത്താണ് തുടങ്ങുക. അപ്പൊ ഞാനിപ്പോ എന്ത് ചെയ്യും? ഞാനത് ഇങ്ങനെ പതുക്കെ എടുത്തിട്ട് സുഖണ്ടോ? ആ പാട്ടിലെ പോലെ ഓ ഞാൻ വിചാരിച്ച ഓണായിട്ട് വൈറ്റ് കുപ്പിയായിട്ട് വന്നേക്കുമായിരിക്കും. അല്ല നമ്മളെ എനിക്ക് ഇങ്ങനെ പിടിച്ചോണ്ടല്ലടാ, അല്ല ഇങ്ങനെ പിടിച്ചോണ്ട് ഈ വന്നോണം ഇരുന്നോണം കഴിച്ചോണം എന്നൊക്കെ പറയുമ്പോ ധ്യാൻ വന്നതുകൊണ്ട് തന്നെ ഇപ്പഴത്തെ ഒരു ഇത് വെച്ചിട്ട് കോമ ഒടിഞ്ഞോണം എന്നും കൂടെ പറയാൻ എനിക്ക് തോന്നുന്നു. അതായി അടി. ഈ ചീഞ്ഞ കോമഡി അടിച്ചാൽ ലക്ഷ്മി ഇവിടുന്ന് പൊക്കോണം. പക്ഷേ എനിക്ക് കോമഡി വരെ സഹിക്കാം, പക്ഷെ ഈ ഡാൻസ് ഈ ഡാൻസ് കളിച്ച ഉല്ലാസന ഇവിടെ പൊക്കോടുന്ന ധ്യാൻ പറഞ്ഞ ഉല്ലാസന ഇങ്ങനെ വരുന്നത് വയ്യാത്ത അതിങ്ങനെ ആക്കി. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് തൊടുത്ത് വിട്ടു. ചേട്ടനത് ഡാൻസ് കളിച്ച് കേറ്റാൻ നോക്കി. ഒരാൾ കയറ്റിയപ്പോൾ സൈഡിൽ നിന്ന് ഒരാൾ വന്നിട്ട് കളിക്കണോ അല്ല വേണ്ട, എനിക്ക് തോന്നുന്നത് താഴെ പോകുന്നു. ശരിക്കും എന്താ പറ്റിയത്? ഇങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ പൊക്കണ്ട. ഞാനിത്തിരി വേദന മാറി. ഒരുവിധ താത്തോണ്ട് എന്റെ ഒരു ജോലി എന്ന് പറയുന്നത് കേറുന്ന ഗസ്റ്റിനെ പൊക്കുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇടക്കിടക്ക് പാടില്ലാത്ത കൈ തന്നെ പിടിച്ച് പൊക്കണം. അപ്പോ പറയൂ. ഷൂട്ടിനിടയില് സാധാരണ ഇങ്ങനെയൊക്കെ പ്രൊഡ്യൂസർ അടിച്ചൊടിച്ച് നമ്മള് ഒരു അരമണിക്കൂർ മുമ്പ് സംസാരിച്ചല്ലേ ഇതിനെ പറ്റി. എപ്പണ നമ്മള് രണ്ടുപേരും തുല്യ ദുഃഖി തരാൻ. ചേട്ടാ ശരിയാണോ? കാരണം അതോട് കാലിന് എന്തോ എന്റെ കൈ ഒടിഞ്ഞു, എന്റെ കാല് ഒടിഞ്ഞു. ഇതൊരു ഫൈറ്റ് സീനാണ്. ഞങ്ങള് ഷോന് പോയതാ. ഇത് ജീവിതത്തില് അല്ലല്ല, ഇത് ഫൈറ്റ് സീനാണ്. സ്റ്റേജില്. ഒരു പരിപാടി കമ്മിറ്റിക്കാരായിട്ട് ഫൈറ്റ് ആയിരുന്നു. ഓസ്ട്രേലിയ. പിന്നെ അതുകൊണ്ട് ഈ ഓണം നമ്മൾ രണ്ടുപേരും തുല്യ ദുഃഖി തരാൻ. കങ്കാരനെ കൊണ്ട് ചവിട്ടിച്ചതാണ്. ശരിയില്ല. അത് പരിപാടി. പിന്നെ ഓസ്ട്രേലിയയിൽ കങ്കാരു വരാം. ഞങ്ങൾ ശരിക്കും ശരിക്കും എന്താ സംഭവിച്ചത്? ഷൂട്ടിനിടയിൽ ഫൈറ്റ് ആയിരുന്നു. പേര് പറ. പടത്തിന് പേരിട്ടിട്ടില്ലണോ? അല്ല, പ്രൊഡ്യൂസർ ആയിട്ടാണോ സംഘടന? ഷൂട്ടിനിടയിൽ ലുക്മാൻ ഇത് കൊറേ തവണയല്ലോ പറയൂ. അതിലെന്തുണ്ടല്ലോ ആ ഷൂട്ടിനിടയിൽ ഇതിങ്ങനെ എടുത്തെടുത്ത് അത് സമർത്ഥിക്കണം. അങ്ങനെ വരുമ്പോ ഒരു ഷൂട്ടിനിടയിൽ സംശയം പോലെ എന്തിനാ? തോന്നുന്നില്ലേ? എന്തോ ഒരു സംശയം. അപ്പൊ ശരിക്കും ഷൂട്ടിലല്ല, ഷൂട്ടിന് ഇടയിലാ സംഭവിച്ചത്. ഷൂട്ടിനിടയിൽ ഇടയിൽ സംഘടന രംഗം ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ഒരു ചവിട്ട് കിട്ടി. കിട്ടിയത് നെഞ്ചത്താ. ആരാ ചവിട്ടിയത്? ലുക്മാൻ. അപ്പൊ ഞാൻ തെറിച്ച് പുറകിലോട്ട് പോയതും കൈ കുത്തി ഇവിടത്തെ റിസ്റ്റിന്റെ സൈഡ് രണ്ടും പൊട്ടിപ്പോയി. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ നീളത്തിൽ അമ്പിട്ടു. വേറെ കോമഡി അറിയോ? തിരുവോണത്തിന് ഇടിയായിരിക്കും വീട്ടില്. 3 വയസ്സിന് ശേഷം ചോറ് വാരി കൊടുക്കുന്നതിന് വൈഫാണോ അമ്മയാണോ നോക്കണം. എന്നാലും പൊതുവെ എല്ലാവർക്കും ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം ഭയങ്കര ഒരു സിമ്പതി അങ്ങനെയുള്ള. പിന്നെ എപ്പോഴും ചോദിക്കുന്ന, ഇപ്പൊ എയർപോർട്ടിലൊക്കെ നടന്നു വരുമ്പം ചോദിക്കുന്നത് എന്ത് പറ്റിയതാ, സൂക്ഷിക്കണ്ടേ, ശ്രദ്ധിക്കണ്ടേ. ഭയങ്കരമായിട്ടുള്ള സ്നേഹ കൂടുതലും ഇതൊക്കെ പുറമേ നിന്നൊക്കെ ഈ സ്നേഹം കിട്ടുന്നു. വീട്ടിൽ നിന്ന് ഒരാള് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, കൈയോട് ഞാൻ ഇങ്ങനെ വീഡിയോ കോൾ വന്നു പറഞ്ഞു, ഒരാള് പറഞ്ഞു അത് ഗസ്സുവാ, ഞാൻ ഒടിക്കാൻ വെച്ചിരുന്ന കയ്യാന്ന്. ആവശ്യമില്ല. മിസ്റ്റർ ഹിറ്റ്ലർ ഫാദർ ആണോ ഒരാൾ അങ്ങനെ അദ്ദേഹം ഒടിക്കാൻ വെച്ചിരുന്ന കൈ. അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യണേ. ലുക്മാൻ അമ്മാൻ എന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ടോ? വീട്ടിലെ അക്കൗണ്ടിൽ നിന്നാണോ വന്നതല്ലേ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.